ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തീർത്ഥ ബ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ട്രിപ്പാണ്. കുമരകത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നേരെ തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് വെച്ച് പിടിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത വൈബും റോഡും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ് കാണാനാണ്. ഒട്ടും വൈകാതെ നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ദേ നോക്കിക്കേ, വലിയൊരു കഴുകൻ്റെ രൂപത്തിലുള്ള കൂറ്റൻ കവാടമാണ് നമ്മളെ വരവേൽക്കുന്നത്. അത് കടന്നുള്ളിലേക്ക് കയറിയതും നമ്മൾ ആദ്യം കണ്ടത് ഇതാണ്, വണ്ടർ ഫാൾസ്. ബീച്ചിൽ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ശരിക്കും ഒരു ബിഗ് സർപ്രൈസ് ആയിരുന്നു. ആളുകളൊക്കെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ തിരക്കിലാണ്. ഇതിൻ്റെ ബാക്കി വലിയൊരു കളി നമ്മൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടർ ഫാൾസ് കണ്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് കയറിയെന്നല്ലേ ഗൈസ്, ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ ആലപ്പുഴ ബീച്ചിലാണോ അതോ ലണ്ടനിലെ ഏതെങ്കിലും മനോഹരമായ സ്ട്രീറ്റ് ആണോ എന്ന സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സെറ്റായിരുന്നു. ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള റോഡും ഇരുവശത്തുമുള്ള കളർഫുൾ ബിൽഡിങ്ങുകളും ശരിക്കും ഒരു ഫോറിൻ കൺട്രിയിൽ വന്ന ഒരു ഫീലായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത ഇൻ്റർനാഷണൽ വൈബ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. ഈ ഒരു ഭാഗം ബ്ലോഗിൽ കാണാൻ തന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്നു. ആ ഒരു ഫോറിൻ റോഡിൻ്റെ വൈബുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ അടുത്ത കാഴ്ചകളിലേക്ക് കടക്കാം. ഗായ്സ്, ദേ നോക്കി, പൂക്കൾ കൊണ്ടുള്ള ഒരു മാന്ത്രിക ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നിൽക്കുന്ന ഫ്ലവർ ആർച്ചുകളും ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ വലിയൊരു എയ്റോപ്ലെയിനും അതുപോലെ തന്നെ ഇവിടെ കുറേ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു ഫ്ലവർ ആർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരാണ് ഇതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അങ്ങനെയാണ് നടന്ന് നേരെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് ബട്ടർഫ്ലൈ. ബാക്കി വീഡിയോസ് ഞാൻ നൈറ്റായിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുക സ്റ്റാളുകളിലേക്കൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റാൾസ് ഉണ്ട്. നമ്മുടെ ഈ പണ്ടത്തെ മുട്ടായികളും പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യത്തിൽ അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് ലാസ്റ്റ് റൈഡിൻ്റെ ഒക്കെ സെക്ഷൻ എത്തി. നമ്മുടെ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പം പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. അവിടെയാണ് നമ്മുടെ റൈഡ്, മറ്റേ ഡ്രാഗൺ പോലത്തെ ഇങ്ങനെ തൊട്ടിലാട്ടം പിന്നെ ജൈൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തൊട്ടിലാട്ടത്തിൽ കയറി. ഞാനവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നല്ല ഹൈറ്റിൽ പോയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രീയും ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ടിക്കറ്റ് കൊടുത്ത് കയറത്തില്ലേ, നമ്മൾ ടിക്കറ്റ് കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി കഴിയുവാണെങ്കിൽ ഈ റൈഡൊക്കെ ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. പിന്നെ റൈഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് മറ്റേ ചോളോ ഇതൊക്കെ ഇട്ട് ഒരു സംഭവം ഉണ്ടാക്കത്തില്ല, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് ഞങ്ങൾ പിന്നെ റൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കഴിച്ചു. നമ്മളവിടെ നിന്ന് റൈഡിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറച്ചൊന്ന് ഇരുട്ടിയായിരുന്നു. അപ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചുമ്മാ എടുത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ എയ്റോപ്ലെയിന്. കണ്ടോ, ഫ്ലവേഴ്സും മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഗ്രാസൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ, നല്ല രസമില്ലേ. ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെ നമ്മൾ ഫെസ്റ്റിലെ ബാക്കി കാഴ്ചകളും സ്റ്റാളുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ രാത്രിയായിരുന്നു. ഇരുട്ട് വീണതോടെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ പകൽ കണ്ടുവെച്ച ആ വണ്ടർ ഫോൾസിലേക്കാണ്. ഗായ്സ്, രാത്രിയിൽ അവിടം ശരിക്കും അടിപൊളിയായിരുന്നു. ലൈറ്റും സൗണ്ടും എല്ലാം കൂടെ വന്ന് നല്ല സെറ്റായിരുന്നു. നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തുള്ളാൻ വേണ്ടി. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നമ്മുടെ വണ്ടർ ഫോൾസിലോട്ട് ഇറങ്ങിയത് കേട്ടോ.
നമ്മൾ കുറേ നേരം അവിടെ അടിച്ചു പൊളിച്ചു. ഈ ഫെസ്റ്റിലെ ഞങ്ങളുടെ ബെസ്റ്റ് ആൻഡ് മെമ്മറബിൾ മൊമെൻ്റ് ഇതായിരുന്നു. തണ്ണീർമുക്കം ബണ്ടുവരിയിലൂടെ ഉള്ള ഒരു മനോഹരമായ യാത്രയിൽ തുടങ്ങി ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിലെ ലണ്ടൻ ഫ്ലവർ ഷോയും എല്ലാത്തിനും ഒടുവിൽ രാത്രിയിലെ ആ വണ്ടർ ഫോൾസിലെ വെള്ളത്തിൽ ചാടിയുമുള്ള കളികളും അതിൻ്റെ ഡാൻസുകളും ഒക്കെ ഇന്നത്തെ ദിവസം ശരിക്കും ലൈഫിൽ മറക്കാത്ത ഒരു ദിവസമായി മാറി. മനസ്സ് നിറയെ ഒരുപാട് നല്ല ഓർമ്മകളോടെയാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങുന്നത്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും വണ്ടർ ഫോൾസിൽ രാത്രിയിൽ വന്ന് നല്ല തകർത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുമെന്ന് കരുതുന്നു. അടുത്ത ഒരു കിടിലൻ ബ്ലോഗുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.